So hello guys, welcome back to my channel Mad Gaming. അപ്പോൾ കുറേ നാളിന് ശേഷമാണ് നമ്മുടെ ചാനലിൽ തിരിച്ചെത്തിയിട്ടുണ്ട് മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ആയിട്ട്. അപ്പോൾ നമ്മൾ കളിക്കാൻ വേണ്ടി പുതിയ ലെറ്റ്സ് പ്ലേ വേൾഡും കാര്യം ഉണ്ടാക്കി അതിൻ്റെ വീഡിയോ റെക്കോർഡ് ചെയ്തു, ബട്ട് വോയിസ് റെക്കോർഡ് ആയില്ല. ഐ മീൻ മൈക്രോഫോൺ മൈക്കിൻ്റെ സൗണ്ട്, ഞാൻ സംസാരിക്കുന്ന സൗണ്ട് റെക്കോർഡായില്ല. ഫസ്റ്റ് അപ്പോൾ നിങ്ങളോട് സോറി അറിയാണ്. അപ്പോൾ ആ വേൾഡിലാണ് ഞാൻ കുറേ പ്ലാൻസുകളുണ്ട്. ആ വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ കുറച്ച് ടോർച്ചൊക്കെ വെച്ചു, 2-3 മരം വെട്ടി ജംഗിളിലാണ് നമ്മൾ സ്പോൺ ചെയ്തത്. ഞാൻ വീഡിയോ റെഡി ആയി. ഞാൻ സത്യം പറയാൻ ഇവിടെ വന്നത് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇൻട്രോ എടുക്കാനായിരുന്നു. ഏതാ എപ്പിസോഡ് അപ്ലോഡ് ചെയ്തിട്ട് ഹലോ ഗൈസ് കണ്ടാൽ നിങ്ങളത് ഇതായിരുന്നു എൻ്റെ ഇൻട്രോ ഗൈസ്. പക്ഷേ കോളായി സക്സസ്ഫുള്ളി. ലാഗ് ഉണ്ടെങ്കിൽ വേൾഡ് കളിക്കുമ്പോൾ എന്താണ് എനിവേ ഇതാണ് എൻ്റെ വീഡിയോ ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ കുറച്ച് ആ ഗ്ലാസും എല്ലാം അടയാണ്ട്. പിന്നെ ഞാൻ ആ കുറച്ച് പ്ലാനിങ് എല്ലാം പറഞ്ഞുതരാം. ഞാൻ ഫസ്റ്റ് ആ വീട് ഉണ്ടാക്കിയാൽ പറ്റിയത് അവിടെ ഇങ്ങനൊരു ഇവിടെ കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ. ഇവിടെ എൻ്റെ ബെഡ് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മുകളിൽ വെച്ച് കേസ് കാണിച്ചു തരാം. അപ്പോൾ ഇനി എൻ്റെ പ്ലാൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒരു ബാൽക്കണി പോലത്തെ ഏരിയ, ഇവിടെ എൻ്റെ ബെഡും കാര്യങ്ങളൊക്കെ. ഭയങ്കര ലാഗ്. ഇവിടെ ഞാൻ മാപ്പുകൾ ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ ഇനി എൻ്റെ പ്ലാൻ എന്താ വെച്ചാൽ ഞാൻ അടിയൊക്കെ ഒരു മൈനിങ് ഏരിയ കാര്യം ഉണ്ടാക്കി പോകുമായിരുന്നു. സംഭവം അങ്ങോട്ട് കടലൊക്കെ തന്നെ അവിടെ അടച്ച്. പിന്നെ എൻ്റെ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് മൈനിങ് ഏരിയ ആക്കും, അങ്ങോട്ട് അടിയൊക്കെ അങ്ങനെ. എന്നിട്ട് ഈ റൂം ഇത് രണ്ടും കൂടി ഒറ്റൊന്നാക്കണം. അതപ്പോൾ ഞാൻ ചെയ്യാൻ പോണത്. ചെയ്യുമ്പോൾ മനസ്സിലാവും, കാണുമ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട്. സോ പറഞ്ഞുതരാം. ഇങ്ങനെ പൊട്ടിച്ചിട്ട് പൊട്ടിക്കുക, ഇവിടെ വൈറ്റ് ഇങ്ങനെ പൊട്ടിക്കുക. എന്നിട്ട് ഇവിടെ അടക്കണം. നേരെ ഇതിൽ ഇത് റിസോഴ്സസും കാര്യങ്ങളും എന്തായാലും നല്ല കുറവുണ്ട്. എന്തായാലും ഇതടക്കാം. എന്തായാലും വെറുതെ ആവുന്നില്ല. നമുക്ക് ഫ്യൂച്ചറിൽ ഞാൻ വേറെ സ്ഥലത്ത് കൂടെ ഡോക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചിരുന്നു കടയിൽ നിന്ന്. സോ അത് നമുക്ക് വേറെ സ്ഥലത്ത് കൂടെ ആക്കുന്നതിൻ്റെ പോലെ അങ്ങനെ ആക്കാം. അവിടെ അടഞ്ഞു. ആൻഡ് ഇത് അടക്കണം. ഇത് വയ്ക്കാം. ഇവിടെ ഇങ്ങനെ സ്ഥലമായി. എന്നിട്ട് ഇവിടുന്ന് അടിയിലോട്ട് മൈനിങ് ഏരിയ ഒക്കെ പൊട്ടിച്ചിട്ട്, മൈനിങ് ഏരിയ അല്ല, ഒരു എന്താ പറയുക സ്റ്റോറേജ് ഒക്കെ ഉള്ളൊരു ഏരിയ. പക്ഷെ നമുക്ക് ഇവിടുന്ന് അടിയിലോട്ട് മൈൻ ചെയ്ത് തുടങ്ങാം. ഹാഫ് ഡബിള് ഒരു 5-6 ബ്ലോക്ക് അടി പോയാൽ മതിയാവും. നോക്കട്ടെ. നിൽക്കണ ഹൈ ലെവൽ 77, നമുക്ക് 70 പോവാം. ഇതാണ് 70. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് മൈൻ ചെയ്തിട്ട് കുറേ ബ്ലോക്ക് കണ്ട് മാറ്റാം. ഏകദേശം ഒരു സൈഡ് 10 വരെ വെച്ചിട്ട്. ഇത് പിന്നെ ടെക്സ്ചർ പാക്ക് ഗൈസ്. ഇത് കണ്ട കോപ്പർ ഇപ്പോൾ ആവശ്യം വരും, ചെറിയൊരു ആവശ്യമുണ്ട്. ഞാൻ കുറച്ച് പ്ലാൻ ചെയ്യാൻ പറഞ്ഞുതരാം. വേറെ ഒന്നല്ല, എൻ്റെ വീടിൻ്റെ റൂഫൊക്കെ ഒന്ന് വേണ്ടി റെഡിയാക്കാണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ മറ്റേ റോഡ് വെക്കാം. സോ അതിനുണ്ട് അവിടെ ഡേട്ട് വന്നപ്പുറത്ത് കേവ് എല്ലാം ഉണ്ടാവും, നടക്കേണ്ടി വരും. സോ അവിടെ 10x10 ഞാൻ വെട്ടിയിട്ടിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ആയിട്ട് വരും. ഇവിടെയാണ് അപ്പുറത്ത് കേവ്. അപ്പം നമുക്ക് അടക്കേണ്ടി വരും. ഇവിടെ നിന്ന് പറഞ്ഞിട്ട് 1 2 3 4 5 6 7 8 9 10. അപ്പോൾ ഇവിടെ അടക്കാം. ആൻഡ് ഇവിടെ മൊത്തം അടക്കാം. ഇവിടെ നിന്ന് അടിക്ക് മൈൻ ചെയ്യാൻ സുഖിക്കാറ്.
കേവ് ഉള്ളതുകൊണ്ട് മേ ബി ഞാൻ പറയില്ല, ഇവിടെ കേവ് ഉണ്ട്, അതുകൊണ്ട് ഡേർട്ട് ഗൈസ്. എന്തായാലും ഭയങ്കര ഇതായി. കാരണം ആ വീഡിയോയിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഞാൻ എന്താ പറയുക ഇതും കാരണം ചെയ്തിരുന്നു, പ്രോഗ്രസ്സും കാര്യങ്ങളും. അത്ര ഇതൊന്നുമില്ല. ആ വീഡിയോയിലാണ് ഞാൻ കുറേ ടൈം ചാവണുണ്ട്. നൈറ്റ് ആയപ്പോൾ ബെഡ് ഇട്ടില്ല. എന്നിട്ട് അടുത്തുള്ളൊരു സവാനയിൽ പോയി അവിടെ നിന്ന് ബെഡും കാര്യങ്ങളും കളക്ട് ചെയ്ത് കുറേ അത്യാവശ്യത്തിന് ഫുഡും. പിന്നെ ഭാഗ്യത്തിന് എൻ്റെ കയ്യിൽ കറക്റ്റ് 9 ലെതറുണ്ട്. നമുക്ക് ഇതുണ്ടാക്കുമ്പോൾ ആവശ്യം വരും. മാപ്പ് വാൾ സവർ അടച്ചു കൂട്ടിയിട്ടുണ്ട്. ആൻഡ് രണ്ട് കയറെടുത്ത് മാറ്റണം ഇസ്മായിരുന്നു. കാരണം നമുക്ക് ഇനി ഇത് വരും, സീലിങ്ങിൻ്റെ ഇതും കാര്യമാണ്, എപ്പോഴും പണിയാവാൻ ചാൻസ് ഉണ്ട്. സോ വിക്കാക്സ് തൊട്ടാരെ അടുത്ത് വിക്കാക്സ് ഉണ്ടാക്കണം. പിന്നെ ഗായ്സ് ഞാൻ പറയാൻ വിട്ടെ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എന്നിട്ട് നിർത്തിയ പറയാൻ പറഞ്ഞു പിറ്റത്തെ വീഡിയോയിൽ നമുക്ക് ഫുൾ അയൺ ആർമർ ആൻഡ് ടൂൾസ് ആവാം. അപ്പോൾ തന്നെ നേരെ ആ സാമാനം ഇപ്പോൾ ഒരു വലിയൊരു കേവ് ഉണ്ട്. ഞാൻ രണ്ടും കൽപ്പിച്ചിൻ്റെ ടോർച്ച് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ബെഡ് അറ്റാക്കി ഇതും കൂടി സെറ്റാക്കി. എന്താ പറയുക, നമ്മളെ ഒരു ബെഡും ഒരു ചെസ്റ്റും കൂടി സെറ്റാക്കിയിട്ട് നേരെ രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഇറങ്ങി. അവിടെ നോക്കുമ്പോൾ അധികം ഓപ്ഷനൊന്നും ഇല്ല, പിന്നെ ഒന്നും നോക്കില്ല. പിന്നെ ഐസ് ഡോറ് ജംഗിൾ തീമാക്കണം. ഞാൻ മറന്നു. ഓക്കെ രസം വിചാരിച്ച ജംഗിൾ നമ്മളെ മൊത്തം ഒരു വൈബ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാൻ അവിടെ കേവിലിറങ്ങി അത്യാവശ്യത്തിന് കുറേ ലൂട്ടിയപ്പോൾ ഏകദേശം ഒരു 30ൻ്റെ മേലെ അയൺ കിട്ടി. 30 എന്താ സ്മെൽട്ടാക്കി അവിടെ വെച്ചിരുന്നു. വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ അയൺ ടൂൾസ് ആർമറാക്കാം വേഗം. എവിടെ ഇതിലാണ് 12. നമ്മൾ ക്രാഫ്റ്റിൻ്റെ ആപ്പ് എടുക്കുക, ആൾക്കാരത്തിനോട് ആക്കുക. നമുക്ക് ആദ്യം ഫ്രൂട്ട് ജീവന് കാരണം കിട്ടി. ഹെൽമെറ്റ്, ഒരു പിക്കാക്സിനുള്ള സാധനങ്ങൾ ജസ്റ്റ് വേണം. പിക്കാക്സ്, ആക്സ്, സോഡ്, ഷവൽ മൊത്തം വേണ്ടേ. മൂഞ്ചി. അപ്പം അത്യാവശ്യമുള്ള ടൂള് സോഡും ഇതാണ്. ബാക്കി ആയതിലൊക്കെ നമുക്ക് എന്തായാലും കോപ്പർ തൽക്കാലം വാല്യുബിളാണ്. ഫർണസ് വെക്കാൻ സ്ഥലമില്ല. അങ്ങനെ നമ്മൾ ഫുള്ള് അയൺ ആർമറും ടൂൾസ് വരുന്നുണ്ട്. ഫുള്ളല്ല, ഫുള്ളാവും. നമുക്ക് എന്തായാലും വർക്കിലോട്ട് അടക്കാം. അയൺ പിക്ക് ഓണല്ലോ, അല്ലെങ്കിൽ അയൺ പിക്ക് ഇവിടെ എടുത്ത് വെച്ചാലോ. നമുക്ക് ഇപ്പം അയൺ പിക്ക് ആവശ്യമില്ല, നമുക്ക് കോബിൾ സ്റ്റോൺ കൊണ്ടല്ലേ ഉണ്ടാക്കാം. കാരണം ഡയമണ്ട് മൈനിങ്ങിന് പോകണം. ഈ വീഡിയോ പറ്റണേസ് ഒരു ഡയമണ്ടിലും കണ്ടുപിടിക്കും. വാക്ക പക്ഷെ ഡയമണ്ട് കണ്ടുപിടിച്ചിരിക്കും. വെളിച്ചത്തിന് ടോർച്ച് ഓഫ് ആൻഡ് പിടിക്കാം. റിസോഴ്സ് പാക്ക് ടെക്സ്ചർ പാക്ക് ചിലപ്പോൾ ഇടും ഗൈസ്. മറ്റേ ഓഫ് ആൻഡ് പിടിക്കുമ്പോൾ ടോർച്ചും ലാൻഡാണൊക്കെ തിളങ്ങുന്നത്, അത് നല്ല ഉപകാരം. നമുക്ക് ഇവിടെ പറ്റുകയാണെങ്കിൽ വീടിനുള്ളിൽ കുറച്ച് ലാൻഡ് സെറ്റ് ചെയ്യാണ്ട്. സോ ഞാനൊക്കെ ഈ എപ്പിസോഡ് ചെയ്യാച്ചിട്ടായിരുന്നു, പക്ഷേ കഴിഞ്ഞ എപ്പിസോഡ് ഇതായി പോയതുകൊണ്ട് ഇതിൽ ഞാൻ മെയിനായിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ സ്റ്റോറേജ് എന്തായാലും ഇപ്പോൾ ചെയ്യും. കാരണം വലിയ ഗെയിമിൽ സ്റ്റോറേജ് ഏറ്റവും ബെസ്റ്റ് ഐഡിയ.
നമുക്ക് ഇനി 10×2 ജസ്റ്റ് ഉണ്ടാക്കണം. അതിനുള്ള വുഡ് എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല, ഉണ്ടാവാൻ തോന്നുന്നില്ല. ഉണ്ട് സത്യം പറഞ്ഞ വുഡ് എൻ്റെ കയ്യിൽ. നോക്കാം, 20 ജസ്റ്റ്. 2 ജസ്റ്റ്, 3 ജസ്റ്റ്, 4 ജസ്റ്റ്, 5 ജസ്റ്റ്, 6 ജസ്റ്റ്, 7 ജസ്റ്റ്, 8 ജസ്റ്റ്, 9 ജസ്റ്റ്, 10 ജസ്റ്റ്, 8 വെക്കാം. 64 ഉണ്ട്. അപ്പോൾ പതിനാറും 2ഉം 18, 19, 20. ഇനി കറക്റ്റ് 20 ജസ്റ്റ് ആവുള്ളൂ. കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ ഇപ്പോൾ 20 ജസ്റ്റ് ആവും. ബാക്കിയാവുക വുഡ് തികഞ്ഞില്ല. അതുപോലെ 12 ജസ്റ്റ് ഉണ്ടാക്കാം. പന്ത്രണ്ടായി, 8ആയി. ജസ്റ്റ് ഒക്കെ തുടങ്ങാൻ പോയിട്ട് ഐറ്റം ഫ്രെയിം ഇഷ്ടം പോലെ ലെതർ ഇനി ഒപ്പിക്കേണ്ടി വരും ഗൈസ്. ലാഗ് ഒരു വരിയായിട്ടുണ്ട്. നമുക്കൊരു വരും കൂടി ആക്കാം. നല്ല 2 വരി വരെ കൊണ്ടോ, ഒരു വരിയും കൂടി ആക്കിയാൽ മതി. സോ ഇനി നമുക്ക് ഇവിടെ കൂട്ടണം. ജംഗിൾ പാങ്ക് വരട്ടെ. കൊണ്ട് അടക്കുന്നു. ഇതൊക്കെ ഈ ഒരു ജസ്റ്റ് പൊട്ടിക്കുന്നു. ഫുൾ അടിപൊളി. മാങ്ങൊക്കെ ആയിരിക്കും ആ തരക്കത്തിൽ നമുക്ക് നാച്ചറിന് കിട്ടുന്ന സാധനങ്ങൾ. പിന്നെ നമുക്ക് വുഡിന് ജസ്റ്റ് ഒറ്റതും കൂടി മതി സത്യം. സ്റ്റാക്കാവാത്ത ഐറ്റംസ്, പിന്നെ ബിൽഡിംഗ് ബ്ലോക്കുകൾ, പിന്നെ മോബ് ഡ്രോപ്പ് ഒക്കെ ഒന്നിലൊക്കെ അല്ലേ. മോബ് ഡ്രോപ്പ് ഒക്കെ ഒന്നില്ല. ഞാൻ ഫുഡും കാര്യങ്ങളും വെച്ചിരിക്കാം. പിന്നെ എന്തൊക്കെയൊക്കെ ഉണ്ട് ഗൈസ് എനിക്ക് കറക്റ്റ് അറിയില്ല. സ്റ്റെയർ എടുത്തിട്ട് ഇവിടെ ഉണ്ട് വെക്കാം. ഇനി ഇവിടെ നിന്നല്ല, ഇപ്പം നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ മൈനിങ് ഏരിയ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്യണം. അപ്പം നമുക്ക് അത് ഏകദേശം ഇതുവരെ കൊണ്ടുവരും. അതിലേ ഇവിടെ നോക്കി വെക്കണം ഗൈസ്. ഇങ്ങനെ വെക്കേണ്ടവർ ചെറിയൊരു തള്ളിച്ച ഉണ്ടാവില്ല, പക്ഷേ ബാക്കിയൊക്കെ കറക്റ്റാവും. 8 കൊണ്ട് 6 കൂടി ഉണ്ടാക്കാം. സോറി 4 എണ്ണം മതിയാവും. 1, 2, 3 സ്പീഡിൽ ഇറങ്ങുകയും ചെയ്യും. അതെടുക്കുന്നത് 3-ാമത്തേത് അതിൽ വിട്ട. ഇനി നമുക്ക് ഇവിടുന്ന് മൈനിങ് ഏരിയ ഉണ്ടാക്കി പോകാം.
അവിടെ നിന്ന് മൈൻ ചെയ്ത് പോവാം. സോ ഞാനത് വൈ ലെവൽ -54 വരെ കുഴിച്ചിട്ടിട്ട് കാണാം. ഓക്കെ, ഞാൻ ആ മറ്റേ ലഷ് കേവ് ഉണ്ടായിരുന്നു നമ്മളെടുത്ത് അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിൽക്കട്ടെ. ബട്ട് എനിക്ക് തടസ്സമാവൂ. ഒരു കാര്യം ചെയ്താലേ ആ ലഷ് കേവ് പോയി കഴിക്കാമല്ലോ. ഗോളിലൊക്കെ കണ്ടിരിക്കണേ ലീപ്സ് ലൈറ്റ്. ഒരു കാര്യം ചെയ്തു, നമുക്കിന്ന് പൊട്ടിച്ചെടുത്ത് നേരെ ലഷ്കേ പോയി ഉണ്ടായ വേറെ വഴിയില്ല. നമ്മളിപ്പോൾ വന്ന സ്ഥലം നമ്മളെവിടെ മൈൻഡ് ചെയ്താലും നേരെ കടല്ല. പിന്നെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡുണ്ട്. നമുക്കൊരു ഡ്രോപ്പ് ലൂട്ട് കുത്താറുണ്ടാവും അറിയില്ല. അടി ഇറങ്ങിപ്പോയിട്ട് ലാപ്പീസൊക്കെ ലൂട്ട് മൊത്തം ഇങ്ങോട്ട് അവിടെ ഉണ്ട്. ഗൈസ് നമുക്ക് ഒരു അയണം കൂടി ഷീൽഡ് ഉണ്ടാക്കണം. ഷീൽഡ് ഉണ്ടാക്കാൻ മറന്നുപോയി. നമുക്ക് ലഷ്കേ പോയി ഉണ്ടായിരുന്നു ഗൈസ്. നേരം ഉണ്ടായിരുന്ന ആളൊന്നുമല്ല, ഞാൻ ലൂട്ട് എടുക്കാനുള്ളതിലായിരുന്നു. അതിൻ്റെ മാറ്റി പിടിച്ചിട്ട് ഇവിടെ ഒന്ന് സ്റ്റെയർ വെക്കാം ഗൈസ്. അങ്ങനെ ഏറ്റവും നല്ലത് ആ വെള്ളത്തിൽ കഴിഞ്ഞ് മൈൻഡ് ചെയ്ത് പോകുന്നത്. നമുക്ക് അവിടെ നിന്ന് ലെഫ്റ്റ് അങ്ങോട്ടേക്കും പിടിച്ചിട്ട് പിന്നെയും മൈൻഡ് ചെയ്ത് അങ്ങനെയാണ് പോകുക. ഇറ്റ്സ് ബെറ്റർ. ഇപ്പം നമുക്ക് നേരെ ലഷ്കേ പോയി ചെയ്യാം. എന്തായാലും ഡയമണ്ട് ഇട്ടായിരിക്കില്ല. നമുക്ക് നമ്മളെ മറ്റേ പിക്കും കൊണ്ടിരുത്തിട്ട് പോവാം. അയൺ പിക്ക് എൻ്റെ ലൈഫ് അതിൻ്റെ പേടില്ല. ചാവുമ്പോൾ പോകാൻ നോക്കിയാൽ മതി. പിന്നെ ഒരു ബെഡുണ്ട് കഴിക്കാൻ. ടോർച്ചിൻ്റെ ഒരു ഷീൽഡും കൂടി ഉണ്ടാക്കി പോകാം ഗൈസ്. ഷീൽഡ് അത്യാവശ്യമാണ്. വേറെ നമുക്ക് ആ എപ്പിസോഡ് കിട്ടിയ പറ്റാട്ടോ. ഫസ്റ്റ് കിട്ടിയത് എനിക്ക് ഇവനെയാണ്, പിന്നെ കിട്ടിയത് ഇവനെ. മറ്റേ പച്ചനെ എൻ്റെ ഫേവറേറ്റാണ് പറഞ്ഞ് നടക്കുന്നത് ആ ബ്ലൂ. അപ്പോൾ ഉണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പറഞ്ഞതാണ്. അപ്പോൾ അതിനാണ്ട് ഫ്രണ്ടാക്കി. അത് ഒറ്റ നിർത്തപ്പോൾ തന്നെ ഫ്രണ്ടായി.
ഇവിടെ എവിടെ ഉണ്ടായിരുന്നു ആ ട്രീ, മറ്റേ അടിയിൽ എസ്കേവ് ഉണ്ടെങ്കിൽ എടുത്ത ട്രീ സ്പോണ പോലെ അതിൻ്റെ മുകളിൽ. ആ ട്രീ ഇവിടെ എവിടെ എങ്ങാണ്ട് ഉണ്ടായിരുന്നു. അതൊന്ന് ഡർട്ടില്ല ഇങ്ങനെയൊക്കെ മണ്ണ്. മറ്റേ കോസ്റ്റ് ഇട്ടോ, കോസ്റ്റ് ഇട്ട് അങ്ങനെ നമുക്കൊരു ബക്കറ്റും കൂടി ഉണ്ടാക്കി പോലെ ഒരു ആക്സിലോട്ടലിനെ കിട്ടുകയാണെങ്കിലോ. ഇല്ല, ബക്കറ്റ് വെള്ളം അവിടെ തന്നെ ഉണ്ടാവേണ്ടതാണ്. വെള്ളം എടുക്കാൻ മറന്നായി. കുഴപ്പമില്ല, വെള്ളം അവിടെ ഉണ്ടാവും, ഉറപ്പാണ്. കറക്റ്റായിട്ട് ഒഴിച്ചു പോയില്ലെങ്കിൽ പണി കിട്ടും, കയറി വരാൻ പണിയാവും. ഇതിങ്ങനെ ചെരിഞ്ഞ് വൈഡായി പോയി കഴിഞ്ഞാൽ കിട്ടുമെന്തോ. ഞാൻ ടോർച്ച് വായിക്കാം. ഞാൻ മൈൻഡ് ചെയ്തു പോയി, നല്ലത്. ഏത് വൈല്ല വല്ല സ്പോണാവും എന്തോ. ഏതൊക്കെ എത്തി. ഇതാണ് ഇതിൻ്റെയൊക്കെ ഒരവസ്ഥ. ഇപ്പം ലൂട്ട് മൊത്തം അവിടെ ഉണ്ടാവണമെന്നില്ല, ക്രീപ്പർ ഒട്ടി തെറിച്ച് കാരണം മൊത്തം പോയ ചാൻസുണ്ട്. പോയ സെറ്റാവുക, കഷ്ടപ്പെട്ടിരുന്ന് ഉണ്ടാക്കിയതാണ്. മൊത്തം ഇവിടെ തന്നെ ഉണ്ട്, മൊത്തം ഇവിടെ തന്നെ ഉണ്ട്. ഒരു ക്രീപ്പറുണ്ട്, കുറേ ലൂട്ട് കിട്ടി. നമുക്ക് നോക്കാം. വലിയ എക്സ്പ്ലോഷൻ ഒഴിവാക്കി. 1 2 3 4 ഇവിടെ ഇത്ര ക്രീപ്പർ സ്പോണാവണ്. ഇത്രമാതിരി ക്രീപ്പറൈസ് എന്തത്. ഒറ്റ മിനിറ്റ് ഐസ് മ്യൂസിക് ഇപ്പോഴാണ് മനസ്സിലാവും. ഇനി ക്രീപ്പർ വന്നാലും മനസ്സിലാവണ്ടോ. എൻ്റെ ബെഡ് എൻ്റെ ലൂട്ട് മൊത്തം അത് പോയി. സോഡ് പോയി, സാധനങ്ങൾ പോയി. ആർമറിൽ പകുതി തന്നെ പോയി. ഇല്ല, അത് ഫുള്ളാണില്ല. ഒരു ബോ കിട്ടി. തന്നെ പിടിക്കണ്ട്. ഫൈനലി ഗൈസ് നമ്മളെത്തി. ഇതെങ്ങനെ ഇറങ്ങനെ
നമ്മൾ പൊട്ടിച്ചിട്ട് തന്നെ മറ്റേ മേലത്തെ സാധനം ഡെക്കറേറ്റിന് ഉപയോഗിക്കുന്നത്. അതിൽ എന്നെ വെൽക്കം ചെയ്യാനായിട്ട് കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഡയമണ്ട് ഗൈസ്, ഇതാ കണ്ട ഡയമണ്ട് അല്ലേ, ഒരു പീസ് ഡയമണ്ട് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഒക്കെ ആയിട്ട് വരാനാണ് ഗൈസ് ഏറ്റവും ബെസ്റ്റ് ഇങ്ങോട്ട്, കാരണം നമ്മൾ പേസിൻ്റെ അടുത്ത് തന്നെ അല്ലേ. ആങ്കരാക്കല്ല അവനൊന്നും. ഭയങ്കര എൻ്റർമാനാണല്ലോ. നമുക്കൊരു അയൺപാമ്പ് കിട്ടുന്നതായിട്ടാണ് ഗൈസ്. തോട്ടമില്ല. അപ്പോൾ ഡയമണ്ട് നമ്മളിവിടെ ഉണ്ട്. അയണൊക്കെ എടുത്തിട്ട് നമുക്കൊരു എക്സ്ലോട്ടിനും കൂടി പിടിച്ചിട്ട് പോയാൽ മതി. എനിക്ക് പറഞ്ഞാൽ ഇവിടെ മൊത്തം കൂട്ടിയിട്ട് പോയാൽ മതി. പക്ഷേ എനിക്ക് അതിലൊന്നും കാണുന്നില്ല. നമുക്ക് പിന്നെ വന്നെടുത്താൽ മതി. ഇപ്പം ഞാൻ മെയിനായിട്ട് ഇങ്ങോട്ട് വന്നത് ഡയമണ്ട് കിട്ടുന്ന എനിക്കറിയാം. ഡയമണ്ട് ഇവിടെ കണ്ട പോലെ അതായിരിക്കണം ഡയമണ്ട്. അങ്ങനെയല്ല, എസ്കേവ് ഇത്രേ ഉള്ളൂ. കിട്ടും വലിയ കേവ്, അവിടെ പോയാലും ഡയമണ്ട് കിട്ടും. അങ്ങോട്ട് വേണം പോവാൻ. അതാ രണ്ടും തന്നെ, അത് വേറെ ഉണ്ടോയെന്നറിയില്ല. അവിടെ പോയി നോക്കാം. ഗെയിമിനകത്ത് ഫാസ്റ്റ് ഡയമണ്ട് മൈൻ ചെയ്തു. എടുത്തൊക്കെ സ്പോണാക്കി വെക്കും, പറയാൻ പറ്റത്തില്ല. എന്നാലും തന്നെ ഇനി അങ്ങോട്ടൊക്കെ അറിഞ്ഞ ഡയമണ്ട് പൂരായി കയറാം. ക്ലോസ് കിട്ടാണ് തോന്നുന്നു. എന്തായാലും നല്ല പണി നോക്കി പോവുക. ഹോട്ടലിൽ എടുക്കുക, പോവുക. ഇത്ര കിട്ടി നല്ലതല്ലേ. ഡ്രാഗൻ്റെ ഒക്കെ ഒരു സൗണ്ട്. ഇറ്റ്സ് നോട്ട് ബഗ് റോക്ക് ഗൈസ്. ബേസ് ഇവിടെ ഇങ്ങനെ നീല ആക്സിഡൻറ്റിൽ സ്പോണായി ആലോചിച്ചോക്കണം. ഇവിടെ ആക്സിഡൻറ്റിൽ സ്പോണാണ്. അവരെ വെയിറ്റ് ചെയ്ത് കറങ്ങി നടക്കുക ഗൈസ്. കറങ്ങി നടക്കാൻ മീൻസ് നമുക്ക് ലൂട്ട് എന്തെങ്കിലും കണ്ടെടുക്കുക, അത്രേ ഉള്ളൂ.
ഇങ്ങോട്ട് പോയിട്ടില്ല. ഇങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ വൃത്തിയായിച്ച് ഈ സാധനം ഇവിടെ അടിയിൽ തന്നെ പൊട്ടിച്ചെടുക്കാം. ഒരെണ്ണം പൊട്ടിച്ച് അടിയിലിട്ടിട്ട് നമുക്ക് ഈ ഒരു അയൺ എടുക്കാം. അയൺ ഭയങ്കര ആവശ്യം വരുന്നത്, കാരണം നമ്മൾ അയൺ ഫാമും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നമുക്ക്. സോ അയൺ മൊത്തം എടുക്കുക. അതായത് മൊത്തം വാരിയല്ല, പറ്റണത്ര കുറച്ചൊക്കെ, കാരണം മൊത്തം വാരി പിക്കാക്സിന് അത്ര സ്ട്രെങ്ത് ഉണ്ട് പറയാനാണ്. ഇഷ്ടംപോലെ അവിടെ ഒരു മഞ്ഞ ആക്സിഡൻറ്റിലെങ്കിലും കിട്ടിയ. പക്ഷെ പിങ്ക് കൈസ് കാണാൻ അടിപൊളി, പിങ്ക് അടിപൊളി ആക്സിഡൻറ്റില്ല. ഈ പോയ അയണൊക്കെ അത് വെയിനാ. ഈ സാധനം ഒരെണ്ണം കിട്ടിയ 9 അയണയും കേട്ടാ ഇവിടെ കണ്ട്. മെൽച്ച് ട്രൈ അടിക്കണ്ട, ഇവിടെ വെള്ളം അമ്മയിലോട്ടനെ ഒന്ന് ഇറങ്ങി കൊടുക്കാം. ഓടോട് എന്തിൻ്റെ ഇവിടെ നല്ല ടെസ്റ്റ് അങ്ങോട്ട് വലിക്കാറ്. എനിക്ക് ഡയമണ്ട് കൊണ്ട് ഒരു തേങ്ങ വേണ്ടി ഞാൻ സ്ട്രിപ്പുമായി വെച്ച് കണ്ടുപിടിച്ചോണ്ട് ഭയം കിട്ടിയോന്നറിയില്ല. മയം ചെയ്തിട്ട് കിട്ടിയത് അത്രയും കിട്ടി, അത്രേ ഉള്ളൂ. കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ നിന്ന് രക്ഷപ്പെട്ടാൻ എന്തോ വായിക്കണം. രക്ഷ മാത്രമുള്ള തിരിഞ്ഞങ്ങോട്ട് തന്നെ പോകണോ? അവരാണ് ഏറ്റവും നല്ല ഐഡിയ, തിരിഞ്ഞ് പോകണേക്കാൾ നല്ലത്. പേസ് 100 ബ്ലോക്ക് എന്തോ വന്നിട്ടുള്ളൂ. അവിടെ ഈ ലക്ഷ്യം കൂടെ മൈൻഡ് ചെയ്ത് കയറിയാൽ പോരെ. ഐ മീൻ ഇങ്ങനെ മൈൻഡ് ചെയ്തിട്ട് ഈ റൂട്ട് ഇട്ടിട്ട് റയറാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആണെങ്കിലും എൻ്റെ ബേസിൻ്റെ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. എവിടെ ചെന്ന് കൊടുത്താലും പണി. തിരിഞ്ഞ് അങ്ങോട്ട് തന്നെ പോവുക. വഴിയില്ല എന്നല്ല, എനിക്ക് വേറെ വഴിയൊന്നും കിട്ടണില്ല. ഇതെന്തത് ഒരു അണ്ടർഗ്രൗണ്ട് മാഫിയ. വാട്ടർ ബക്കറ്റ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, കളിക്കാൻ ചെല്ലു. ലാഭേ വേണ്ട. സ്കെൽട്ടൻ എണ്ണ
നല്ല മൈൻഡ് ചെയ്ത് അതിൻ്റെ മുകളിൽ കൂടെ പോവാം. ഇതായിട്ട് ഫസ്റ്റ് ട്രിക്ക് കിട്ടാം. അങ്ങനെ വന്നാൽ മതി. പിടിച്ചടിച്ചിട്ട് എന്നിട്ട് അങ്ങോട്ട് എത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഗൈസ് ഒരു ഡയമണ്ട് അതിൽ കൂടെ ഓടുന്ന വഴിക്ക് കണ്ടതാണ്. അതിൽ ഒന്നെങ്കിൽ ഇപ്പോൾ നേരെ മൈൻഡ് ചെയ്ത് മേലെ കയറ്റി വിട്ട് പോകണം. ഞാൻ അതെല്ലാം നോക്കണ ചോദിച്ചാൽ നമ്മൾ ഇറങ്ങി വന്ന വഴി പെരട്ട വിചാരിച്ചു. ഞാൻ ഇറങ്ങി വന്ന വഴി മാത്രം കാണാൻ ബാക്കിയല്ലാണ്ട് നീ അറിഞ്ഞ സ്ഥലം തല്ലേ. ഞാൻ ഇവിടുന്ന് മേടിച്ചത് മേലെ കയറുമ്പോൾ ഈ കേക്ക്സ് വേണ്ട. ഞാൻ കടലിൽ കൂടെയാണ് ഇവിടെ വന്ന് കയറിയത്. ഒരു വട്ടം എന്താ പറയുക ജാവാനൊക്കെ പോയി ഭയങ്കര വിട്ട് ഞാൻ ഇവിടെ എത്തിയപ്പോൾ ഒരട്ടം ചത്ത്. എന്നിട്ടാണ് ഇൻവെർട്ടർ ഇങ്ങനെ ആയത്. അപ്പോൾ ഞാൻ ഇൻവെർട്ടർ തന്നെ സോർട്ട് ചെയ്തിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അടുത്ത എപ്പിസോഡിൽ മിക്കവാറും ഡയമണ്ട് മൈനിങ്ങിനാവും. ഫുൾ സെറ്റാണ്. അപ്പോൾ ടാറ്റ ബൈ ബൈ.